നമസ്കാരം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഈ ജൂലൈ മാസം നടത്തുന്ന 11ാം തരം +1 തുല്യതാ പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പർ ഹിന്ദി ചർച്ചയാണ്. അക്ഷര കേരളി മാഗസിനിൽ കഴിഞ്ഞ ജൂൺ മാസം വന്ന ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുട്ടികൾ ഹിന്ദി പഠിക്കുന്ന തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടി വേറെ ആരും ഈ ആൻസേഴ്സ് ചെയ്യുന്നില്ല എന്നും ക്ലാസ് നടക്കുന്നില്ല എന്നും അറിയുന്നത് കൊണ്ടും എൻ്റെ ബോക്സിൽ ഒത്തിരി പേര് നോട്ട്സ് ഉണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷര കേരളിയിൽ വന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാനിതിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കത് കോപ്പി ചെയ്ത് നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയാണ് നിങ്ങളുടെ +1 തുല്യതാ ഹിന്ദി പരീക്ഷ. അപ്പോൾ അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻസിനുള്ള സമയം ഇനി ഒരാഴ്ചയേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസ് ചോയ്സ് ഉണ്ട്. അപ്പോൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനടക്കം ഉത്തരം ഞാനിതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതിയിലധികം നിങ്ങൾക്കത് പഠിച്ചെഴുതാൻ പറ്റിയാൽ എല്ലാവർക്കും A+ സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും ഹിന്ദിയെ സ്നേഹിക്കുക, ഹിന്ദി ഭാഷ സംസാരിക്കാൻ പഠിക്കുക. ഈ എല്ലാ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം മാത്രമാണ് ഈ പഠനം അല്ലെങ്കിൽ ഈ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഞാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ +1 ഹിന്ദിയുടെ തുല്യതാ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയാണ്. 80 മാർക്കാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത്. 2.5 മണിക്കൂറാണ് സമയം. സൂചന: 1 से 6 तक के प्रश्नों के उत्तर കോഷ്ടക് സെ ചുൻകർ ലിഖേം എന്നാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കോഷ്ടക് കൊടുത്തിട്ടില്ല, ഉത്തരം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കാണും എന്നുള്ളൊരു ഉദ്ദേശം ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ഓരോ മാർക്കാണ് ഓരോന്നിനും. ആദ്യത്തെ ചോദ്യം: ആ ഭലേത്തോ കിസ്കി രചന ഹെ. ആ ഭലേത്തോ എന്നുള്ള പാഠം ആരുടെ രചനയാണ്? ഉത്തരം ശ്രീമൻ നാരായൺ. 2, ഘമണ്ഡി കി ആങ്ക് മേ ക്യാ ആ ഗിര. ഏക് തിൻക എന്നുള്ള ഹരിവംശ് റായ് അല്ല ഹരിയൗധ്, അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധിൻ്റെ പാഠം. അപ്പോൾ അതിൽ ചോദ്യമാണ് ഘമണ്ഡി കി ആങ്ക് മേ ക്യാ ആ ഗിര, തിൻക എന്നാണ് ഉത്തരം. ഇനി മേരാ സപ്നാഹെ കിസ് വിധാക്കി രചനാഹെ. മേരാ സപ്നാഹെ എന്ന് പഠിക്കാനുള്ളൊരു പാഠം ഉണ്ടായിരുന്നു. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഭാഷൺ, പ്രസംഗം. 4, ലേഖക കാ ഭൽ ഖാന കബ് പസന്ദ് കർത്താ ഹെ. അതിനകത്ത് പ്രാതകാൽ, സായങ്കാൽ, മധ്യകാൽ എന്നൊക്കെ ഉണ്ട്. പ്രാതകാൽ മേ ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഭീഡ് കഹാം ജമി ഥി. നിശബ്ദ് എന്നുള്ള പാഠത്തിലെയാണ് ഭീഡ് കഹാം ജമി ഥി. ആൾക്കൂട്ടം എവിടെയാണ് ഉണ്ടായിരുന്നത്? സടക്ക് പർ. അടുത്തത് ലേഖക് ദുനിയാ കി തുലന കിസ്സെ കർത്തി ഹെ. ആ ഭലേത്തോ എന്നുള്ള പാഠത്തിൽ ഉള്ള ചോദ്യമാണ്. ഉത്തരം കാഞ്ച് കെ മഹൽ സെ. ഗ്ലാസ് കൊട്ടാരവും കൊണ്ടാണ് കാഞ്ച് കെ മഹൽ സെ തുലനാക്കി. അടുത്ത സൂചന: 7 മുതൽ 10 വരെയുള്ള ചോദ്യം. 7 से 10 तक के प्रश्नों में किन्हीं 2 के उत्तर लिखे. 7, 8, 9, 10 4 2 എഴുതിയാൽ. ഇപ്പോൾ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ വിടാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 4 ക്വസ്റ്റ്യൻ ഉത്തരം എഴുതിയാൽ തന്നെ ഏത് ബെസ്റ്റ് ഓഫ് 2 എടുക്കും. അതുകൊണ്ട് കളയത് ഒരു ക്വസ്റ്റ്യൻ എഴുതിയാലേ മാർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ 7ാമത്തെ ചോദ്യം ഇതാണ്: മേരെ ശബ്ദ ഉച്ചൽക്കർ ഉസെ ബീച്ച് മേ ഹി ഛേൽ ലേനാ ചാഹത്തെ ഹൈ, ഇസ്സെ ആപ്നെ ക്യാ സമझा. ഉത്തരം: शहरी आदमी मौलिक रूप से मनुष्य है तो उसकी मनुष्यता चाहे शब्द द्वारा ही सही उस आदमी को रोकना चाहते हैं. ആ പട്ടണത്തിലെ മനുഷ്യൻ മുഖ്യ രൂപത്തിൽ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് മനുഷ്യനായിട്ട് പോലും മനുഷ്യതയില്ല, മനുഷ്യത്വം ഇല്ല. പക്ഷേ വാക്കുകൊണ്ട് പോലും സഹി ഉസ് ആദ്മി കോ റോക്ന ചാഹത്തി. ആ മനുഷ്യനെ തടയാൻ
ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. 8 കാഞ്ച് കെ മഹൽ മേ ഘുസേ ദോനോ കുത്തോं के स्वभाव से आप क्या समझते हैं, അല്ലെ ക്യാ അന്തർ പാത്ത. ആ ഗ്ലാസ് കൊട്ടാരത്തിൽ കയറി പറ്റിയ 2 നായകൾ അവരുടെ സ്വഭാവത്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം, പഹല കുത്ത അപ്ന ഷാൻ ദിഖാനെ വാലാ ഥ. ആദ്യത്തെ പട്ടി അല്ലെങ്കിൽ ആദ്യത്തെ നായ തൻ്റെ ഷാൻ ദിഖാന, തൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ തൻ്റെ ഒരു ശൗര്യം കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇസ്ലിയെ ഉസേ സ്വയം കഷ്ടസഹനപ്പെടാം, അതുകൊണ്ടാണ് സ്വയം കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്. ദൂസരാമേ വാതാവരൺ കെ സാത്ത് ഹിൽമിൽ ഗയ. രണ്ടാമത്തെ നായ അവിടുത്തെ പരിസ്ഥിതിയുമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേർന്നു. അതഹ ഖുശ് ഹോക്കർ ബാഹർ ആ സക. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരാൻ സാധിച്ചു. ആ പാഠം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഗ്ലാസ് കൊട്ടാരം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കൊട്ടാരത്തിൽ ആ ഒരു നായ ചെന്ന് കയറിയപ്പോൾ 1000 നായകൾക്ക് തുല്യം തിരിച്ച് അതിന് എന്താ പറയുക റിഫ്ലക്ഷൻ കണ്ടു. അപ്പോൾ ഇത് കുരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതുകളെല്ലാം കൂടെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ പട്ടി വിചാരിച്ചു 1000 നായകൾ തിരിച്ച് കുരയ്ക്കുന്നു, താൻ എന്ത് കാണിക്കുന്നതെല്ലാം പീഡിപ്പിക്കുന്നത് പോലെയായി. പക്ഷേ രണ്ടാമത്തെ നായ ആദ്യം തന്നെ വാലാട്ടി കൊടുത്തു, ഉമ്മ വെച്ച് കൊടുത്തു. അപ്പോൾ തിരിച്ച് അത്രയും 1000 നായകളും തിരിച്ചതുപോലെ തന്നെ കാണിച്ചു, ഉമ്മ വയ്ക്കുന്നു, കാലാട്ടുന്നു, ഹായ് സലാം വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മൾ നന്നായെങ്കിൽ ലോകം നന്നാവും എന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കുന്ന പാഠം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, മഗർ ഇസ് ധോക്കെ മേ മേരാ ഭി സഹयोग था ലേഖക് ഐസാ ക്യോं कहते हैं. 7ാമത്തെ ചോദ്യമാണ്. ഈ കശ്മീരി സേബ് എന്നുള്ള പ്രേംചന്ദിൻ്റെ പ്രസിദ്ധമായ പാഠത്തിൽ നിന്നെടുത്തതാണ്. തുല്യതാ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഈ പാഠം എളുപ്പമാണ്, ഒന്നുകൂടെ പഠിക്കുന്നു, 11ലും പഠിക്കുന്നു എന്നുള്ള ഒരു വിരോധാഭാസമുണ്ട്. ആ ചതിയിൽ എൻ്റെയും ഒരു പങ്കുണ്ടായിരുന്നു. ലേഖൻ അങ്ങനെ വിചാരിക്കാൻ എന്താ കാര്യം? ഉത്തരം ഇതാണ്. കടക്കാരൻ ദുക്കാൻദാറിനെ ലേഖക്കോ ധോക്കാ ദിയാത. കടക്കാരൻ ലേഖകനെ പറ്റിച്ചു. ലേക്കിൻ ലേഖക് ഉസ്മേ അപ്നാഭി സഹയോഗമല്ല. പക്ഷേ ലേഖകൻ അതിൽ തൻ്റെയും പങ്കാളിത്തം മനസ്സിലാക്കുന്നു. ദുക്കാൻദാർ കെ ഹാത്ത് മേ റൂമാൽ രഖ് ദേന ഉസെ ധോക്കാ ദേനേക്ക് പ്രേരണ ഥി. കടക്കാരൻ്റെ അടുക്കൽ തൻ്റെ കർച്ചീഫ് കയ്യിൽ കൊടുത്തിട്ട് 3 ആപ്പിൾ അല്ലെങ്കിൽ 4 ആപ്പിൾ എടുക്കാൻ പറയുന്നത് തന്നെ ലേഖകൻ സ്വയം തിരഞ്ഞെടുക്കാത്തതിൻ്റെ തെറ്റാണ്. അയാളെ വിശ്വസിച്ചു കൊടുത്തു എന്നാണ് തെറ്റ്. യഹി നഹി ദുക്കാൻദാർക്കോ വിശ്വാസത്താക്കി ലേഖക് ചൗക്കസ് ബി നഹി. ഇത് മാത്രമല്ല, കടക്കാരൻ ഒരു വിശ്വാസം, ലേഖകൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കത്ത് പോലും ഇല്ല. അപ്പോൾ അയാളുടെ മനസ്സിൽ ചതിക്കുക എന്നുള്ളതാണ് കച്ചവടക്കാരൻ്റെ ലാഭം ഭാവമാണ്. അപ്പോൾ ചൗക്കസ് ബി നഹി ഹെ കി ഘർ സെ സേബ് ലൗട്ടാനെ ആയെങ്കിൽ, തിരിച്ച് ഈ ആപ്പിളും കൊണ്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇസ് പ്രകാർ ഉനെ ബേയിമാനി കർണേക്കാ. അങ്ങനെയാണ് കടക്കാരന് ഈ തെറ്റ് കാണിക്കാനുള്ള, സത്യസന്ധത ഇല്ലായ്മ കാണിക്കുവാനുള്ള ഒരവസരം നൽകിയതെന്നാണ് ലേഖൻ ചിന്തിക്കുന്നത്. 10ാമത്തെ ചോദ്യം, സൈക്കിൾ സവാറോ കാ സമച്ചൗത്ത കൈസെ സമ്പന്നമാക്കാൻ. സമച്ചൗത്ത എന്നുള്ളൊരു പാഠത്തിൽ നിന്നാണ്. 2 സൈക്കിൾ സവാരികൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഇവർക്ക് തമ്മിൽ ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ സംഭവിച്ചു? ആൻസർ, ദോനോ സൈക്കിൾ സവാർ ആപ്പസ് മേം സിർ ഫോർഡിനെ പർ ലൽക്കാർ രഹേ. 2 പേരും പരസ്പരം സൈക്കിൾ കൂട്ടിയിടിച്ചപ്പോൾ പരസ്പരം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതിൽ വെല്ലുവിളിക്കുകയാണ്. ആത്മീനെ ഉന്നെ ബിജലി കെ ഖംബേക്ക് സിർ ഫോർഡ് ഡാലിനേക്കോ സഹാക് ദിയ. അപ്പോൾ അവിടെ വന്നിരുന്ന 3ാമത്തെ മനുഷ്യൻ, തേർഡ് പാർട്ടി, അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ട് നിങ്ങൾക്ക് തലതല്ലി പൊട്ടിക്കുകയല്ലേ വേണ്ടൂ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അപ്പുറത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ പോയി നിങ്ങളുടെ തല തന്നെ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചിരിയൊന്നും അടക്കാൻ പറ്റില്ല. ആത്മിക സലാ സുൻകർ ദോനോ ഹസ്പടെ. ഈ 3ാമത്തെ മനുഷ്യൻ്റെ ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേട്ടപ്പോൾ 2 പേരും ചിരിച്ചു. യോ ദോനോ കെ ബീച്ച് സമച്ചോത്ത. ഇപ്രകാരമാണ് 2 പേർക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നത്. ഇനി സൂചന, അടുത്ത സൂചനയാണ്. സൂചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിർദ്ദേശം. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതി. കിൻഹി 3 के उत्तर लिखे. 3 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ജീവൻ മൃത്ത് പഠിയും और അനുച്ഛേദ ലിഖേ. ജീവൻ മൃത്ത് എന്നാൽ ജീവചരിത്രം പഠിക്കുക, എന്നിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ശ്രീമൻ നാരായൺ എന്നാണ്. അതിനകത്ത് ശ്രീമനാരായണൻ ജന്മം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ കൊടുത്തു. ഇതെല്ലാം ചേർത്ത് ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഒറ്റ സെൻറ്റൻസ് അല്ല, 3-4 സെൻറ്റൻസ് ആക്കി എഴുതുക.
श्रीमद नारायण അപ്പോൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. श्रीमद नारायण का जन्म सन 1912 ईस्वी में 1912 इटावा में हुआ था. इनकी शिक्षा कोलकाता और प्रयाग विश्वविद्यालय में हुई. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം ഇറ്റാവയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊൽക്കത്തയിലും പ്രയാഗും അവിടെ യൂണിവേഴ്സിറ്റികളിലാണ് നടന്നത്. ഉൻകി പ്രമുഖ രചനായും ഹൈ റൊട്ടി കെ രാഗ് और മാനവ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് റൊട്ടി കാ രാഗും മനുഷ്യൻ. ദോഹ പടയും और ആശയ ലിഖയും. 12ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ദോഹ വായിക്കുക. നിങ്ങൾക്ക് അമർവാണി എന്നുള്ളൊരു പാഠം ഉണ്ടായിരുന്നു. അതിനകത്ത് തുളസിയുടെയും റഹീമിൻ്റെയും ദോഹ പഠിച്ചിരുന്നു. അതിലൊരു പ്രമുഖമായ ദോഹ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ ആശയം എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ബർസത്തെ ഹർഷത്ത് ലോക് സബ് കർഷത്ത് ലഖൈ ന കോയി തുളസി പ്രജാ സുഭാഗ് സെ ഭൂപ് ഭാനു സോ ഹോയ്. ആൻസർ തുളസിദാസ് कहते हैं कि अच्छा राजा सूर्य के समान कार्य करते हैं. തുളസിദാസൻ പറയുന്നു നല്ലൊരു രാജാവെന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്, സൂര്യനെ പോലെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. സൂര്യ കൈസെ പാനിക്കോ സോക്താ ഹെ. സൂര്യൻ എങ്ങനെയാണോ ഈ ഭൂമിയിൽ കിടക്കുന്ന വെള്ളം വറ്റിക്കുന്നത്, കോയി ദേഖ് ചെയ്യുമ്പോൾ നമുക്ക് ആരും കാണുന്നില്ല, നമ്മൾ ആരും അറിയുന്നില്ല. കുറച്ച് നേരം കാണുമ്പോൾ വെള്ളം കിടക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം ഇല്ലാതാവും. എങ്ങനെ വെള്ളം വറ്റുന്നത്? സൂര്യൻ ഒപ്പിയെടുക്കുന്നു അല്ലെങ്കിൽ വറ്റിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. കിന്തു ജപ്പാനി ബർസ്തായ സബ് പ്രസന്നത്തെ. പക്ഷേ വെള്ളം മഴ താഴെ വരുമ്പോൾ, മഴ വീഴുമ്പോൾ എല്ലാവരും സന്തുഷ്ടരാകും. കുശൽ രാജ ഇസി പ്രകാർ കര വസൂൽ കർത്ത. ഒരു കുശൽ, ഒരു സമർത്ഥനായ രാജാവ് ഇങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും കരം, ടാക്സ് ഈടാക്കുന്നു. और फिर उससे प्रजा का हित करता. എന്നിട്ട് ആ ടാക്സ് കൊണ്ടാണ് കുട്ടികളല്ല ഈ ജനങ്ങൾക്ക് ആ കരം വെച്ചിട്ടാണ് നന്മകളും ക്ഷേമ പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ രാജാവ് സൂര്യനെ പോലെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ നേതാവ് ഒരു സൂര്യനെ പോലെ ആയിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് തുളസിദാസൻ ആ ദോഹയിലൂടെ നൽകുന്നത്. അടുത്ത കവിതാംശ് പടയും और ഭാവാർത്ഥത്തിലേക്ക്. 13ാമത്തെ ചോദ്യം. एक ऊंची इमारत की 5वीं मंजिल की खिड़की से एक आदमी ने अपने को बाहर फेंक दिया है. मेरे शब्द उछलकर उसे बीच में ही छेड़ लेना चाहते हैं, पर मैं हूँ कि दौड़कर लिफ्ट में चढ़ दफ्तर तक जाता हूँ. पता लगाने की नई जगह पर नियुक्ति कब होगी. നിശബ്ദം എന്ന് പറയുന്ന കവിതയിലെ പ്രസക്ത ഭാഗങ്ങളാണ്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൻ്റെ ആശയം എഴുതുക എന്നാണ് ചോദ്യം. ആൻസർ एक आदमी ऊंची इमारत की 5वीं मंजिल से आत्महत्या करने के इरादे से कूदा है. ഒരു മനുഷ്യൻ വളരെ ഉയർന്ന കെട്ടിടത്തിൽ നിന്നും ഉയർന്ന കെട്ടിടത്തിലെ 5ാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. दूसरा आदमी अपने शब्दों के द्वारा ही सही उसे बीच में छेड़ लेना चाहे. വേറൊരു മനുഷ്യൻ അയ്യോ വേണ്ട വേണ്ട അരുതേ അരുതേ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നു. ലേക്കിൻ अपने സ്വാർത്ഥി മൻ കി സഹജ പ്രേരണാസെ. പക്ഷെ തൻ്റെ സ്വന്തം സ്വാർത്ഥ മനസ്സിൻ്റെ സഹജമായ പ്രേരണയിൽ നിന്നും ദൗഡ്കർ ലിഫ്റ്റ് മേൽ ചടിച്ചാത്ത ഓടി ലിഫ്റ്റിൽ ചാടിക്കയറുന്നു. दफ्तर पहुंचकर इस बात का पता लगाता है कि नई जगह पर नियुक्ति कब होगी. അവസാനം ഓഫീസിലെത്തിയിട്ട് ഈ കാര്യത്തിനെക്കുറിച്ചാണ് പതാ ലഗാത്ത ഹേ, അഡ്രസ്സ് എടുക്കുന്നു. എന്ത് കി നൈ ജഗഹ് പറഞ്ഞു. എത്ര സ്വാർത്ഥനാണെന്ന് നോക്കൂ. അദ്ദേഹം ചാടി വീഴുമ്പോൾ മരിക്കുന്നത് മൂലം ആ ഓഫീസിലുണ്ടാകുന്ന കാലിയാവുന്ന പോസ്റ്റിൽ എപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് അന്വേഷിക്കുന്നു. ഇത് പട്ടണത്തിലെ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയാണ് കവി ഇവിടെ കളിയാക്കുന്നത്. नेक्स्ट क्वेश्चन 14. कुत्तों के किस्सों से लेखक का मित्र क्या सबक सीख सकता है. രണ്ട് നായികളുടെ കഥയിൽ നിന്നും ലേഖകൻ തൻ്റെ സുഹൃത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ പാഠത്തിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ ഫലത്തൊന്ന് ശ്രദ്ധിക്കുക. ആ പാഠം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രാവശ്യം വരുന്ന പരീക്ഷയിൽ തീർച്ചയായും ഇതിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ അക്ഷര കേരളി മാഗസിനിലെ ഈ ക്വസ്റ്റ്യനിലെ ഒരു 50% ക്വസ്റ്റ്യൻ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദയവേത് പഠിതാക്കൾ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക, കാണുക. ആ പാഠഭാഗം ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പാഠഭാഗമായിട്ട് വെച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ സാറുമാരും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ടുള്ള ക്ലാസ് പറഞ്ഞു തരും എന്ന് വിശ്വസിക്കുന്നു. लेखक का मित्र हमेशा परेशान, नाराज और चिड़चिड़ाने वाला था. ഈ ലേഖകൻ്റെ സുഹൃത്ത് എപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തും ദേഷ്യപ്പെട്ടും മറ്റുള്ളവരോട് ചാട്ടക്കാരനായിട്ടുള്ള ആളാണ്. കുത്തോങ്കെ കിസ്സോംസെ യഹ് സബക് സീഖ് സക്താ ഹൈ കി. നായ്ക്കളുടെ കഥകളിൽ നിന്നും 2 കഥയിൽ നിന്നും ഈ ഒരു സന്ദേശമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്ത്? കി സംയം സേ
കാം ലേനാ ഹി അച്ഛാ ഹൈ. സംയമനത്തോടു കൂടി ജോലി ചെയ്യുന്നതാണ് ഏറ്റവും ആവശ്യം. അടുത്ത 15ാമത്തെ ചോദ്യം, ഏ കഥൻ പഠയും അവർ ദുക്കാൻദാർക്ക് ചരിത്ര പർ ടിപ്പണി ലിഖേം. ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, എന്നിട്ട് കടക്കാരൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ബാബുജി ബഡേ മസേദാർ സേബ് ആയേ ഹൈ, ഖാസ് കശ്മീർ കെ, ആപ് ലേ ജായേ ഖാക്കർ തബീയത്ത് ഖുഷ് ഹോ ജായേ. സാറേ നല്ല മസേദാർ സേബ് ആയേ ഹൈ. മസേദാർ സേബ് എന്ന് പറഞ്ഞാൽ ഈ നല്ല വളരെ രസകരമായ സ്വാദിഷ്ടമായ ആപ്പിൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വിശേഷിച്ചും കശ്മീർ കെ സേബ്, കശ്മീരിലെ ആപ്പിൾ, ആപ്പിളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആപ്പിൾ കശ്മീർ ആപ്പിൾ. നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ, ഖാക്കർ തബിയത്ത് ഖുഷ് ഹോ ജായെങ്കിൽ, നിങ്ങളിത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം സന്തുഷ്ടമാവും. അപ്പോൾ അതിനെ കുറിപ്പ് എഴുതുകയാണ്. ഉത്തരം അതാണ്. ദുക്കാൻദാർ ധോക്കേബാജി സെ വ്യാപാർ കർത്താ ഹൈ. ആ കടക്കാരൻ ശരിക്കും ചതിയോടുകൂടിയാണ് കച്ചവടം നടത്തുന്നത്. ഉൻകി പ്രേരണ സെ ലേഖക് ആധാ സേർ കശ്മീരി സേബ് ഖരീദി. അദ്ദേഹത്തിന് പ്രേരണ ലഭിച്ചിട്ടാണ് ലേഖകൻ 1/2 കിലോ കശ്മീർ ആപ്പിൾ മേടിക്കുന്നത്. ദൂസരേ ദിൻ നാസ്ത കെ ലിയെ സേബ് നിക്കാലെ തോ സബ് കെ സബ് സടേ ഹുയേ. അടുത്ത ദിവസം രാവിലെ ലേഖകൻ കഴിക്കാൻ വേണ്ടി ആപ്പിൾ എടുത്തപ്പോൾ എല്ലാ ആപ്പിളും 4 ആപ്പിളും കേടായിരുന്നു, ഒന്നിനൊന്ന് കേടായിരുന്നു. വഹീമാൻദാരി സെ വ്യാപാർ നഹീം കർത്ത. സത്യസന്ധതയോടുകൂടി അല്ല ബിസിനസ് ചെയ്യുന്നത്. ഛൽ കബഡ് കി ദുനിയാമേൻ ജീവൻ ബിതാത്ത. ഛൽ ചതിയും കാപട്യവും നിറഞ്ഞ ലോകത്താണ് അദ്ദേഹം കച്ചവടം നടത്തുന്നത്. ഗ്രാഹകോങ്കോ അന്ധ ബനാദേത്ത. ഗ്രാഹകോങ്കോ കസ്റ്റമേഴ്സ്, വാങ്ങിക്കുന്ന ആൾക്കാരെ ശരിക്കും അന്ധരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സന്ദേശം ലഭിക്കുന്നത്, ഉണരൂ ഉപഭോക്താവെ ഉണരൂ. നിങ്ങളും സാധനമൊക്കെ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യസന്ധതയോടുകൂടി മേടിക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഓക്കെ ആണോ, കിലോ തൂക്കമൊക്കെ നന്നായിട്ടുണ്ടോ എന്നെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അടുത്ത എളുപ്പം 16ാമത്തെ ചോദ്യം, സഹി മിലാൻ കരയും. ഞാൻ ആൻസേഴ്സ് മാത്രമേ തന്നിട്ട് 8 മാർക്ക് മേടിക്കേണ്ടതാണ്. പാരിഭാഷിക ശബ്ദാവലിയാണ് 16ാമത്തെ ചോദ്യം. അത് തന്നെ വരത്തുള്ളൂ, പക്ഷേ ഇത് തന്നെ വരുമെന്ന് ഉറപ്പില്ല. ഇതിൽ പല വാക്കുകളും ഉണ്ടാവും, 8 വാക്ക് ടെക്നിക്കൽ ടേംസ്. ടൈപ്പിസ്റ്റ്, ടങ്കക്. ഞാൻ കറക്റ്റ് ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷേ തെറ്റിച്ചായിരിക്കും കൊടുക്കുക. A-B നമ്മൾ ചേരുംപടി ചേർക്കുക എന്നാണ് സഹി മിലാൻ കരയുവിൻ്റെ മലയാളം. ഫയൽ എന്ന് പറഞ്ഞാൽ സഞ്ചിക, പേയിങ് സ്ലിപ്പ് ജമാ പർച്ചി, മാനേജർ പ്രബന്ധക്, റിസർവേഷൻ ആരക്ഷൺ, സിഗ്നേച്ചർ ഹസ്താക്ഷർ, ഇൻസ്റ്റാൾമെൻറ്റ് കിസ്ത്, സേവിങ്സ് അക്കൗണ്ട്, ബജറ്റ് ഖാത്ത. നിങ്ങളുടെ പാഠഭാഗത്തിലെ പാരിഭാഷിക ശബ്ദാവലി മുഴുവൻ പഠിക്കുക. 25 30 പാഠഭാഗത്തിലുണ്ട്. അത് മുഴുവൻ പഠിച്ചു വയ്ക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. കാണാതെ പഠിച്ച് കാണാതെ എഴുതാൻ ശ്രമിക്കണം. 8 മാർക്ക് കളയാൻ ശ്രമിക്കുക. ഏറ്റവും എളുപ്പം നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്ത സൂചന, ഗദ്യാംശ് പഠയും और 17 और 18 के उत्तर लिखे. 17ഉം 18ഉം ഈ ഗദ്യാംശ് പഠിച്ചിട്ട് ഉത്തരം എഴുതുക. मेरा एक सपना है कि एक दिन यह देश ऊपर उठेगा और सही मायने में अपने सिद्धांतों को जी पाएगा. പിന്നെ കുറേ ഉണ്ട്, ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല. नखलिस्तान में बदल जाएगा. ജോർജിയ के लाल पहाड़ों से संबंधित उनका सपना क्या है. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഭാഷണം മേരാ സപ്ന ഹെ എന്നുള്ളൊരു പാഠമാണ്. അപ്പോൾ അതിലൊരു ചോദ്യം, ജോർജിയയിലെ ചുവന്ന പർവ്വതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്താണ്. ആൻസർ, ജോർജിയ के लाल पहाड़ों में पूर्व गुलामों के पुत्र और गुलाम मालिकों के पुत्र भाईचारे की मेज़ पर एक साथ बैठ सकेंगे. ജോർജിയയിലെ ചുവന്ന പർവ്വതങ്ങളിലെ കിഴക്കൻ അടിമകളുടെ മക്കളും ഗുലാം മാലിക്കോം കെ പുത്ര, അടിമകളുടെയും യജമാനന്മാരുടെയും പുത്രന്മാർ ഒരുമിച്ച് ഭായിച്ചാരയ്ക്ക് സാഹോദര്യത്തിൻ്റെ പാതയിൽ ഒരേ മേശയുടെ, ഒരു വട്ടമേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ വർണ്ണവിവേചനം ഇല്ലാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത സംക്ഷേപൺ കരയും. പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ കളയരുത്. അതിനകത്ത് ഒരു 4 or 5 സെൻറ്റൻസ് കാണും. ആ പാരഗ്രാഫ് അതിലെ ഒരു 2 or 3 സെൻറ്റൻസ് എടുത്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്കിൽ 5 മാർക്ക് കിട്ടും. അതിൻ്റെ ഒരു ഹെഡിങ്ങും കൊടുക്കണം. സംക്ഷേപൺ കരയെന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക എന്നർത്ഥം. 3-1 സംഗ്രഹിക്കുക. നോട്ട് ചെയ്ത് വെച്ചോളൂ. സുൻഹര പൽ എന്ന് ഞാനതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശീർഷക് लिखेंगे तो 1 मार्क मिल जाएंगे. मार्टिन लूथर किंग जूनियर का सपना है कि एक दिन यह देश एकता के साथ सब स्वतंत्र हो जाएगा. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ ഒരു സ്വപ്നം, ഒരു ദിവസം ഈ ദേശം ഐക്യത്തോടു കൂടി എല്ലാവരും സ്വതന്ത്രമായിട്ട് കാണും. അന്യായ് और अत्याचार के विरुद्ध सब एक साथ आवाज उठें. അന്യായത്തിനെതിരെയും അത്യാചാരങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും എല്ലാവരും സ്വതന്ത്രരായിട്ട് ഒറ്റ ഏകതയോടെ ഐക്യത്തോടു കൂടി ശബ്ദം ഉയർത്തും.
അമീർ और ഗുലാം के പുത്ര ഭായിച്ചാരയ്ക്ക് മേസ് पर एक साथ बैठेंगे. പണക്കാരും പാവപ്പെട്ടവരും അടിമകളും അവരുടെ മക്കൾ സാഹോദര്യത്തോടു കൂടി മേശയ്ക്ക് ചുറ്റും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കും എന്നാണ് ഇതിന് ചുരുക്കി പറയാനുള്ള സംക്ഷേപൺ എന്നുള്ള ആൻസർ. അടുത്ത സൂചന, കവിതാംശ് പഠേ और 19 से 21 तक के प्रश्नों के उत्तर लिखें. 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മേം ചിച്ചക് ഉഠാ हुआ बेचैन सा लाल होकर आंख भी दुखने लगी एक तिनका है बहुत तेरे लिए. एक तिनका എന്നുള്ള കവിതയിലെ കുറേ ലൈൻസാണ്, ഞാൻ 2-3 ലൈൻസ് എഴുതിയിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ ഏക് തിൻക എന്നുള്ള കവിത ടെക്സ്റ്റ് ബുക്ക് നോക്കി കവിതയുടെ ബാക്കി വരികൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഉത്തരം ഇങ്ങനെയാണ്. 19 ചോദ്യം ഇതാണ്. ആദ്യം തിൻകാക്ക സമാനാർത്ഥി ശബ്ദം ലിഖേ. അതിനകത്ത് ബ്രാക്കറ്റിൽ 3 കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ഉത്തരം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ധൂൽ എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ആങ്ക് സെ തിൻക നികാൽനെ കെ ലിയെ ലോകം നെ ക്യാ കിയ. കണ്ണിൽ നിന്നും ആ പൊടി മാറ്റുവാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്തു? ഖമണ്ടി കി ആങ്ക് സെ തിൻക നികാൽനെ കെ ലോ കപ്പടേക്ക് മൂട്ട് തേനിലെ. അഹങ്കാരിയായ ആ ആളിൻ്റെ കണ്ണിൽ നിന്നും പൊടി മാറ്റുവാൻ വേണ്ടി ആൾക്കാർ കപ്പടേ തുണിയുടെ അറ്റം കൊണ്ട് കണ്ണിന് ഇടയിൽ ഇങ്ങനെ തോണ്ടാൻ പറഞ്ഞു. അപ്പോൾ പൊടി നമ്മളൊക്കെ സാധാരണ എടുക്കുന്ന പോലെ എടുത്തു. അടുത്ത ആസ്വാൻ ടിപ്പണിയിലേക്കും ആ കവിതയുടെ ആസ്വാനക്കുറിപ്പ്. നിങ്ങളുടെ പാഠഭാഗത്ത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്, അതിനകത്ത് നല്ലൊരു ഗൈഡാണത്. അതിൽ തന്നെ ഉത്തരമുണ്ട്. സാരാംശം തന്നെ പഠിച്ചാൽ ആസ്വാൻ ടിപ്പണിയായി. ഇസ് കവിത കെ കവി 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോജ് ജി. ഈ കവിതയുടെ കവി ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായാണ്. ഇസ്മേ കവി ഘമണ്ഡി ആദ്മി കാ വർണ്ണൻ ക്യാ. ഇതിൽ ഒരു അഹങ്കാരിയായ മനുഷ്യനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഏക് ആദ്മി ഘമണ്ഡോം സെ ഭര ഗർവ് കർ രഹാ. ഒരു മനുഷ്യൻ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് അഭിമാനിക്കുകയായിരുന്നു. ഏക് ദിൻ മുണ്ടേരെ പർ ഖടാ. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലെ പാരപ്പറ്റിൽ നിൽക്കുകയായിരുന്നു. അച്ചാനക് ഏക് ദിൻ കാ ദൂർ സെ ഉഠതാ ഹുവാ ഉൻകി ആങ്ക് മേ ആം പട് ഗയ. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പൊടി ശകലം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വന്ന് പെട്ടു. നമുക്കറിയാമല്ലോ, കണ്ണിൽ ഒരു പൊടി പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എത്രത്തേറെ അസ്വസ്ഥത ഉണ്ടാവുമെന്ന്. അപ്പോൾ ബേച്ചൈൻ ഹോ ഗയ, വളരെ അസ്വസ്ഥനായി. ഉസ്കി ആങ്ക് ദുഃഖിനയിലേക്ക്, ആ കണ്ണ് വേദനിക്കാൻ തുടങ്ങി. ലോ കപ്പടേക്ക് മൂണ്ടേനിലേക്ക്, ആൾക്കാരെ വസ്ത്രത്തിൻ്റെ അഗ്രം കൊണ്ടത് തുടച്ചു മാറ്റാനുള്ള ഉപദേശം നൽകി. ഉസ്ക സാര അഹങ്കാർ ചലാകെ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഹങ്കാരവും പോയി കിട്ടി. ആഖിർ കിസി തര തിൻകാ നികൽ ഗയ. എങ്ങനെയൊക്കെയോ തൻ്റെ കണ്ണിൽ നിന്നും തിൻക എന്തായി പൊടി എങ്ങനെയൊക്കെയോ നികൽ ഗയ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി. ഉസേ മാലുവാക്കി ആയിൻഠന ഉച്ചിതന. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അടുത്ത സൂചന, 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എഴുതിയാൽ 22, 23, 24, 25, 26 5-ൽ 3 ബാക്കി 2 നിങ്ങൾക്ക് വിടാം. 22 अठन्नी वापस लेने के लिए लेखक खोमचे वाले के पास गए. इस प्रसंग में दोनों के बीच का संबंधित वार्तालाप तैयार करें. കശ്മീരി സേബ് എന്നുള്ള പാഠത്തിൽ കപ്പലണ്ടി വിൽപ്പനക്കാരനും കുട്ടിയും തമ്മിലുള്ള ലേഖകനും തമ്മിലുള്ള സംഭാഷണം, കപ്പലണ്ടി വിൽപ്പനക്കാരനായ കുട്ടിയും ലേഖകനും തമ്മിലുള്ള സംഭാഷണം നിങ്ങളുടെ മനസ്സിലെ വാർത്താലാപാക്കി എഴുതുക. വാർത്താലാപം എന്ന് പറഞ്ഞാൽ അറിയാം, കോൺവെർസേഷൻ. ലേഖക് നമസ്തേ ഭായ്. നമസ്തേ. ഖംചെ വാല നമസ്തേ സാഹബ് ആപ്കോ ക്യാ ചാഹിയെ. സാർ നമസ്തേ, എന്താണ് താങ്കൾക്ക് വേണ്ടത്? കുച്ച് നഹീം ചാഹിയെ മഗർ, കുറച്ചൊന്നും വേണ്ട, പക്ഷേ ഖംചെ വാലം ക്യാ ബാത് ഹേ സാബ്, എന്താണ് കാര്യം? കൽ മേ ഹാം രേവടിയം ഖരീദിനെ ആയാൽ. ഇന്നലെ ഞാൻ കുറച്ച് രേവടിയം, ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഈ പക്കവാട അല്ലേ നമുക്ക് പറയാം, പക്കാവാട എന്ന് പറയാം അല്ലേ, രേവടിയാം. അല്ലെങ്കിൽ ഈ തട്ടുകടയിൽ കിട്ടുന്ന പാനിപൂരി, ഖേൽപൂരി പോലുള്ള സാധനങ്ങളാണ്. ക്യാ തുമേ യാദ് ഹേ, ഞാനത് മേടിക്കാമെന്ന് ഓർമ്മയുണ്ടോ? ഖംചെ വാല ഹാ 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 യാദ് ഹേ, ഓർമ്മയുണ്ട്. ക്യാ ഹുവാ സാബ്, എന്ത് പറ്റി സാറേ? ലേക്ക് മുझसे एक गलती हुई, എനിക്കൊരു തെറ്റ് പറ്റി. मैं पैसे की जगह तुम्हें एक अठन्नी देकर गया, ഞാൻ 1 പൈസ തരേണ്ടടുത്ത് 8 അണ തന്നിട്ട് പോയി. ഖംചെ വാല ഓ तो ये बात है, लीजिए സാർ ആപ്കി അഠന്നി. സാർ എടുത്താട്ടെ, എന്നാൽ സാറിൻ്റെ 8 അണ ബാക്കി എടുത്താട്ടെ. മാഫ് കീജിയെ മേനെ ബി ഉത്തന ധ്യാൻ നഹീ. സാർ സോറി, ഞാനും അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ലേഖക് കൊയ് ബാത് നഹീ ठीक है, അതൊന്നും കുഴപ്പമില്ല, ധന്യവാദ്. അപ്പോൾ ലേഖൻ ധന്യവാദ്. അപ്പോൾ നോക്കൂ, ഈ ഖംചെ വാലയുടെ പാവപ്പെട്ട കുട്ടിയുടെ കച്ചവടവും കശ്മീരി സേബ് ചീഞ്ഞളിഞ്ഞ ആപ്പിൾ വിറ്റ ആളും തമ്മിലുള്ള വ്യത്യാസമാണ് ലേഖൻ അതിൽ പറയുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം, മാൻലേ ആപ്കെ ദ്വാരാ ഈ സൈക്കിൾ സവാരോं के बीच का समझौता संपन्न हुआ है, उस दिन की डायरी लिखें. നിങ്ങളെ കൊണ്ടാണ് ആ സൈക്കിൾ കൂട്ടിമുട്ടലേത്, 2 പേര് സൈക്കിൾ തമ്മിൽ കൂട്ടിമുട്ടിയവരിൽ ഒരു സമझौता അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതെങ്കിൽ ആ ദിവസത്തെ ഡയറി ഒന്ന് എഴുതാമോ? അപ്പോൾ 5 ജൂലൈ 2025, ഞാൻ ഇന്നലത്തെ ഡേറ്റാണ് കൊടുത്തത്. 2025 ജൂലൈ 5 ശുക്രവാറിന് കൊടുത്തു, ശനിവാറിന് ഏതെങ്കിലും ഒരു വാർ കൊടുക്കുക. ഇന്ന് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ആജ് കെ സമാനമേ ലോക് ഇത്തിനെ അസഹിഷ്ണു ക്യോം ബനെ. ഇന്നത്തെ ഈ കാലത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രത്തോളം
അസഹിഷ്ണുതരായിട്ട് ഉള്ളവരായിട്ട് മാറിയത് എന്നാണ് ചോദ്യം. അദ്ദേഹം മനസ്സിൽ കണ്ടത്. ഡയറി എഴുതുമ്പോൾ രാത്രിയാണ് എഴുതുക, അപ്പോൾ അതിനകത്ത് ഡേറ്റ് വേണം, ഓർമ്മ വെച്ചോണം. आज की बात तो देख लो. ഇന്നത്തെ കാര്യം നമുക്കൊന്ന് എടുക്കാം. ദോ സൈക്കിൾ സവാർ ഏക്ക് ദൂസരെ സെ ടക്കരാക്കർ ഗിർ പड़े. രണ്ട് സൈക്കിൾ സവാരിക്കാരെ പരസ്പരം കൂട്ടിമുട്ടി വീണു. ഈ ചോട്ടി की बात पर दोनों आपस में गालियां. ഈ ചെറിയ സംഭവത്തിൽ രണ്ടുപേരും പരസ്പരം ചീത്ത വിളിച്ചു. सिर फोड़ देने को भी തല പൊട്ടി അടിച്ചു പൊട്ടിക്കാനും തയ്യാറായി. മേരി ബാത് സുൻകർ ദോനോം കോ ഹസിയായി. ഞാനിത് പറഞ്ഞപ്പോൾ ചിരി വന്നു. ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയാലോ, നിങ്ങൾക്ക് തല പൊട്ടിക്കണമെന്നല്ലേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ തന്നെ പൊട്ടിക്കേണ്ട. അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോസ്റ്റ്, അതുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷന് ചിരി വന്നു. നഹീൻ തോ ക്യാ ഹോത്ത, അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ. അങ്ങനെ അതാണ് അതിൻ്റേതായ ഒരു ഉത്തരം. അടുത്തത് 24ാമത്തെ ചോദ്യം. കുത്തോങ്കി കഹാനി की जिक्र करते हुए मनुष्य के व्यवहार के बारे में लेखक अपने मित्र को वो पत्र लिखता है. एक പത്ര ലിഖിക്കും. നോക്കൂ, ഈ പാഠം എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അബ്ബലേത്തോ എന്നുള്ള പാഠത്തിൽ നിന്ന് നിരവധി ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഈ രണ്ട് നായ്ക്കളുടെ കഥയിൽ നിന്നും ഉദാഹരണത്തിൽ നിന്നും ആ ഉദാഹരണം വർണ്ണിച്ചുകൊണ്ട് ലേഖകൻ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തൻ്റെ സുഹൃത്തിന് ഒരു കത്തെഴുതുകയാണെങ്കിൽ ആ കത്ത് എങ്ങനെയിരിക്കും നിങ്ങളുടെ ഭാവനയിൽ എഴുതുക. പ്യാരേ ദോസ്, പ്രിയപ്പെട്ട സുഹൃത്തെ, കൈസേ ഹോത്തും, എങ്ങനെയുണ്ട് നിങ്ങൾ? ഘർവാലെ കുശലേന, വീട്ടുകാരൊക്കെ സുഖമല്ലേ? ബേട്ടിക്ക് പടായി കൈസേ ചൽറ, ഇതൊക്കെ കുശലാന്വേഷണങ്ങൾ മാത്രമാണ്. പെൺകുട്ടിയുടെ പഠിത്തം എങ്ങനെയുണ്ട്? അമ്മാക്ക് ബീമാരി കം ഹോ ഗയേന, അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? മേനെ കലെ കഹാനിക്ക് പുസ്തകം പഠി. ഇന്നലെ ഞാനൊരു കഥ പഠിച്ചു. ഉസ്കി ഈ കഹാനി മുझे बहुत अच्छे लगे. അതിലെ ഒരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട താങ്കളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാനൊരു കത്ത് എഴുതുകയാണ്. ഉസ്മേ एक बड़ी सीख है, അതിനകത്തൊരു വലിയൊരു ഉപദേശം. कहानी तो ये है, एक विशाल कांच के महल में एक कुत्ते के घुसने पर उसे हजारों कुत्ते दिखाई पड़े. കഥ ഇതാണ്. ഒരു വളരെ വലിയൊരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിൽ ഒരു പട്ടി നായ എവിടെ നിന്നോ കയറിയപ്പോൾ ആ ഗ്ലാസ് പീസുകൾക്കിടയിൽ അതിന് 1000 പട്ടികളായി കാണപ്പെട്ടു. ഉസേ ഒരു പട്ടിയേ ഉള്ളൂ, പക്ഷേ അത് ഉസേ ഹസാറോ കുത്തേ ദിഖായി പड़े. उसके भौंकने और छपटने पर हजारों कुत्ते भी उसे ऐसे लगे. ഉസേ ഐസ ഓനലൊക്കെ അങ്ങനെ തോന്നി. അത് കിടന്ന് ചാടിയപ്പോൾ ഉണ്ടല്ലോ 1000 പട്ടികൾ ഒരുമിച്ച് തിരിച്ച് കുരയ്ക്കാൻ തുടങ്ങിയെന്ന് പോലെ തോന്നി. ദൂസറേ കുത്തായ, രണ്ടാമത്തെ പട്ടി വന്ന് ദുംഹിലായ. രണ്ടാമത്തെ പട്ടിയുടെ സ്വഭാവം എന്താ? വന്ന് വാലാട്ടി. തോ ഹസാറോ കുത്തേ ബി ഐസേക്കന്നല്ലെങ്കിൽ, ആയിരക്കണക്കിന് പട്ടികളും നായ്ക്കളും അതുപോലെ വാലാട്ടുന്ന പോലെ തോന്നി. മുझे लगता है कि हमारी दुनिया भी ऐसी, എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോകവും ഇങ്ങനെ തന്നെയാണ്. अपने സ്വഭാവ की ഛായ ഹി ഉസ് पर, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഛായയെ അവരിലും വരികയുള്ളൂ. ടീക്കേന, ശരിയല്ലേ? നമ്മൾ നന്നായാൽ ലോകം നന്നായി എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ പാഠത്തിലൂടെ തരുന്നത്. അച്ഛാ ഭാബി സെ മേരാ പ്രണാം കഹന. കൊള്ളാം. തൻ്റെ ചേട്ടത്തിയോട് എൻ്റെ അന്വേഷണം അറിയിക്കുക. ബിട്ടിയാസെ മേരാ പ്യാർ, മകളോട് എൻ്റെ സ്നേഹം അറിയിക്കുക. ജവാബ് കി പ്രതീക്ഷാമേ, ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തുമാരാ പ്യാര ഗോവിന്ദ്. ചുമ്മാ ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ, നിൻ്റെ പ്രിയപ്പെട്ട ഗോവിന്ദ്, അമ്പലപ്പുഴ. ഞാൻ ഡേറ്റ് കൊടുത്തു, ഞാൻ അമ്പലപ്പുഴക്കാരനായതുകൊണ്ടാണ്. 5/7/2025 പ്ലേസും ഡേറ്റും കൊടുക്കണം. എവിടെ വെച്ച് പ്ലേസും ഡേറ്റും വേണമെന്നേ ഉള്ളൂ. ഇന്ന പ്ലേസ് എന്നോ ഇന്ന ഡേറ്റ് എന്നോ ഒന്നൊന്നുമില്ല, കൊടുക്കണം. അടുത്തത് 25ാമത്തെ ചോദ്യം. പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചോദ്യമാണ്. 16 അക്ടോബർക്കോ വിശ്വ ഖാദ്യ ദിവസ്, വേൾഡ് ഫുഡ് ഡേ ആണ് ഈ 16 ഒക്ടോബർ എന്ന് പറയുന്നത്. ഉസ് രൂപേ മനായ ജാത്ത ഹെ ഉചിത് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ അതിനെ പറ്റിയ പോസ്റ്റർ തയ്യാറാക്കുകയാണ്. വിശ്വ ഖാദ്യ ദിവസ് എന്ന ഹെഡിങ് കൊടുത്തു, ഇംഗ്ലീഷിലും കൊടുത്തു, വേൾഡ് ഫുഡ് ഡേ ഡേറ്റ് കൊടുത്തു, 16 ഒക്ടോബർ 2024. പോസ്റ്റർ പ്രതിയോഗിത, ഒരു പോസ്റ്റർ മത്സരം. വിശേഷ ഖാദ്യ സാധൻ പ്രദർശനി, അപ്പം സ്പെഷ്യൽ ഖാദ്യ സാധനങ്ങളുടെ ഒരു പ്രദർശനി അവിടെ വെക്കാൻ പോവുകയാണ്. പ്രാതകാൽ 10 ബജെ, രാവിലെ 10 മണിക്ക്. എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഉദ്ഘാടനം ശ്രീ നാരായൺ ആർ, ഹിന്ദി അധ്യാപകനായ ശ്രീ നാരായൺ ആർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയാൻ വേണ്ടി, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എങ്കിലും ഈ ഇതിലൂടെ ബ്ലോഗിലൂടെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. 6 പേര് വേണമെങ്കിലും വയ്ക്കാം. GHSS അമ്പലപ്പുഴ എന്നും പേര് കൊടുത്തു. സബ്കാ സ്വാഗതം, അതാണ് പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അപ്പോൾ 8 മാർക്കാണ് ഇത്, 6 മാർക്കാണ് ഇതിൻ്റെ കിട്ടുന്നത്. കളയരുത്, 6 മാർക്കും നിങ്ങൾക്ക് കിട്ടും. പോസ്റ്റർ ഏതെങ്കിലും ഒരു പോസ്റ്റർ ക്വസ്റ്റ്യനായിട്ട് വരും. 26 ട്രാൻസ്ലേഷനാണ്. അംഗ്രേസി സംവാദ് കോ ഹിന്ദി മേ അനുവാദ് കരേ. താഴെ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് കോൺവെർസേഷൻ ഹിന്ദിയിലോട്ട് മാറ്റുക. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ +1 +2 കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കോഴ്സിന് തുല്യതാ കോഴ്സ് എന്ന് പറയുന്നത്. അനീഷ്, സോന, വെൻ ഡിഡ് യു അറൈവ് അറ്റ് ദ സ്റ്റേഷൻ? എപ്പോഴാണ് സോന ഇവിടെ എത്തിയത്? സോന, ഐ കെയിം ഹിയർ അറ്റ് 5 PM. ഞാനിവിടെ 5 മണിക്ക് എത്തി വൈകിട്ട്. അനീഷ്, വിച്ച് ട്രെയിൻ യു ആർ വെയിറ്റിംഗ് ഫോർ?
ഏത് ട്രെയിനാണ് വെയിറ്റ് ചെയ്യുന്നത്? സോന, ഐ ആം വെയിറ്റിംഗ് ഫോർ മദ്രാസ് മെയിൽ. ഞാൻ മദ്രാസ് മെയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സി യു അനീഷ്. നോക്കൂ അത് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം നോക്കൂ അനീഷ്. സോന കബ് തും സ്റ്റേഷൻ പർ പहुंचे. ഇതെങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാൻ ഈ ഫോർമാറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി മാറ്റിയിട്ടുണ്ടോ. തും കബ് സ്റ്റേഷൻ പർ പहुंचे എന്ന് ചോദിച്ചാലും മാർക്ക് കിട്ടും. മനസ്സിലായി? സോന മേഹാം സായങ്കാൽ 5 ബജെ. നീ എപ്പോഴാണ് ഈ സ്റ്റേഷനിൽ വന്നത്? ഞാനിവിടെ വൈകുന്നേരം 5 മണിക്ക് വന്നു. അപ്പോൾ അനീഷ് കിസ് റെയിൽഗാഡിക്ക് പ്രതീക്ഷ തും കർ റഹി ഹോ, അല്ലെങ്കിൽ തും കിസ് റെയിൽഗാഡിക്ക് പ്രതീക്ഷ കർ റഹി ഹോ. തിരിച്ചും ചോദിക്കാം, നീ ഏത് ട്രെയിനാണ് പ്രതീക്ഷിക്കുന്നത്? സോന മേം തോ മദ്രാസ് മെയിൽക്ക് പ്രതീക്ഷ, ഞാൻ മദ്രാസ് മെയിൽ പ്രതീക്ഷിക്കുകയാണ്. അനീഷ് ഓക്കെ ഫിർ മിലേംഗെ, സി യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അടുത്ത ചോദ്യം സൂചന. 27 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 27 से लेकर 30 तक के प्रश्नों में किन्हीं 2 के उत्तर लिखे. ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഞാൻ എല്ലാത്തിനും ഉത്തരം തന്നിട്ടുണ്ട്. 27, 28, 29, 30. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. കളയരുത്, ഒന്നും കളയരുത്. എഴുതിയാലേ മാർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ എങ്കിലും എഴുതി വെക്കണം അവസാനത്തെ സമയം, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, എളുപ്പം ചോദ്യം. ബാസാർ മേ നയാ മൊബൈൽ ഫോൺ ആയാ ഹെ, ബിക്രി കെ ലിയെ ആകർഷക് വിജ്ഞാപൻ തയ്യാർ കരെ. ഇന്നത്തെ ഒരു രസം എന്താണെന്ന് അറിയാമോ? ഇതേ ചോദ്യം തന്നെ ഇപ്രാവശ്യത്തെ +2 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ +2 ചോദ്യവും +1 ചോദ്യവും എല്ലാം ഏകദേശം സെയിം ആയിരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ. നിങ്ങളുടെ ചന്തയിൽ മാർക്കറ്റിൽ പുതിയൊരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. അതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി ആകർഷകമായ പരസ്യവും തയ്യാറാക്കാം. നോക്കൂ, നയാ മൊബൈൽ മാഗോ എന്ന് ഞാൻ പേര് കൊടുത്തു. വിവിധ മോഡൽ മേ ഉപലബ്ധ്, വിവിധമായ മോഡലുകളിൽ തയ്യാറാണ്. ആധുനിക് സുവിധ, അതിനകത്ത് പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട്. വിവിധ രംഗ്, പ്രത്യേക കളേഴ്സ് ഉണ്ട്. ആകർഷക് ഡിസൈൻ, അട്രാക്റ്റീവ് ഡിസൈൻസ് ഉണ്ട്. മെമ്മറി ജ്യാദ, റാം സ്പീഡ് ജ്യാദ, മെമ്മറിയും കൂടുതലാണ്, റാം സ്പീഡും കൂടുതലാണ്. എക്സ്ചേഞ്ച് ഓഫറുണ്ട്. കം ദാം സ്മാർട്ട് ഫോൺ, വില കുറച്ചേ ഉള്ളൂ, സ്മാർട്ട് ഫോണാണ്. നയാ മോഡൽ 7 ജൂലൈ 2025 ആപ്കെ ഹാത്തോമേ. പുതിയ മോഡൽ ജൂലൈ 7, 2025 മുതൽ നിങ്ങളുടെ കയ്യിൽ വരികയാണ്. ആകർഷക് ലിമിറ്റഡ് ഓഫർ, അട്രാക്റ്റീവ് ലിമിറ്റഡ് ഓഫർ ഉണ്ട്. ₹25,000 से शुरू, 25,000 കൊണ്ട് തുടങ്ങുന്നു. സമ്പർക്ക് കരയും മാഗോ മൊബൈൽ കമ്പനി, MG റോഡ്, നൈ ദില്ലി. മാഗോ മൊബൈൽ കമ്പനി, നൈ ദില്ലി എന്ന് കൊടുത്തു. അഡ്രസ്സ് ഫോൺ 9446413526. അതെൻ്റെ നമ്പറാണ്. ഞാൻ ഒരു നമ്പർ വെക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഹിന്ദിയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഇല്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. ആരാണ് എന്താണെന്ന് വോയിസ് മെസ്സേജ് മാത്രം ഇട്ടാൽ മതി. എപ്പോഴും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ പഠിക്കണം, മാർക്ക് മേടിക്കുന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം 28. വർണ്ണഭേദ സഹിത് വിശ്വ ഇസ് വിഷയ പർ ഏക് ഭാഷൺ തയ്യാർ കർ. ഈ ജാതി മത വ്യത്യാസമില്ലാത്ത ലോകത്തിലെ കുറിച്ചുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക. ആദരണീയ അധ്യാപകർ और मेरे प्यारे दोस्तों, പ്രിയപ്പെട്ട അധ്യാപകരെ और എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. आज मैं आपके सामने एक छोटा सा भाषण देता हूँ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയൊരു പ്രസംഗം തയ്യാറാക്കി പറയുകയാണ്. വിഷയ ഹേ വർണ്ണഭേദ രഹിത് വിശ്വ. കൃപയാ ധ്യാൻ സേ സുനിയേ. വർണ്ണഭേദ്, ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു ലോകം. ദയവേത് ശ്രദ്ധിച്ച് കേട്ടാൽ. ഹമാരി ദുനിയ ജാതി ധർമ്മ വർണ്ണഭേദ സെ യുക്ത ഹെ. നമ്മുടെ ലോകം ജാതി ധർമ്മ വർണ്ണഭേദം കൊണ്ട് യുക്ത ചേർന്നതാണ്. ആജ് ബി സമാജ് മേ ഊഞ്ച് നീച്ച് കാ ഭേദ് ദിക്കായി ദേത്ത. ഇന്നും ലോകത്ത് ഉയർന്നവനും താഴ്ന്നവനും എന്നുള്ള വ്യത്യാസം കാണുന്നു. മാനവതാക്കി രക്ഷാക്കേ ലിയെ ഊഞ്ചായ നീച്ച ഐസ ഭേദ് നഹീ രഖ്നാ. മനുഷ്യത്വം രക്ഷിക്കണമെങ്കിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്ന വ്യത്യാസമൊന്നും വയ്ക്കാൻ പാടില്ല. ഭായിച്ചാരേക്ക് അഭാവ് സമാജ് മേ സബി ലോക് രഖ്നാ ചാഹി. സഹോദര്യത്തിൻ്റെ ഭാവന എല്ലാവരും മനസ്സിൽ വെക്കണം. സമഭാവയ്ക്ക് ആവശ്യകത ഇസ് ദുനിയാമില്ലാതെ. സമഭാവനയുടെ ഒരു ചിന്ത എപ്പോഴും സമൂഹത്തിൽ വെക്കണം. अनेकता में एकता का भाव वसुदैव कुटुंबकम की भावना भारत की आत्मा है. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. വസുദൈവ കുടുംബകം, എല്ലാവരും ലോകമേ തറവാട് എന്ന കാഴ്ചപ്പാട് ഭാരതത്തിൻ്റെ തന്നെ ആത്മാവാണ്. ഇത്തനാ കർ മേ അപ്നാ ഛോട്ടാ സാ ഭാഷൺ സമാപ്ത് കർണാ ചാഹത്താ ഹൂം. ധന്യവാദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി. അടുത്ത 29ാമത്തെ ചോദ്യം. ശഹരി ആദ്മി അധികം സ്വാർത്ഥി ബൻതാ ജാ രഹാ ഇസ് വിഷയ പർ ലേഖിക്കും. പട്ടണത്തിലെ മനുഷ്യൻ അധികം സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചൊരു ലേഖനം എഴുതുക. അപ്പോൾ ഹെഡിങ് കൊടുത്തു, ഷഹരി ജീവൻ സ്വാർത്ഥ ജീവൻ. സബ് ലോഗ് ഷഹരി ജീവൻ പസ്. എല്ലാവരും പട്ടണത്തിലെ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം. ലേക്കിൻ ഷഹരി ലോഗ് ബഹുത് സ്വാർത്ഥി ഹേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പട്ടണത്തിലെ ആൾക്കാരെല്ലാം സ്വാർത്ഥരാണ്. വേ കേവൽ അപ്നെ ബാരമേ സോച്ച്കർ ജീവൻ ബിതാത്തെ. അവരവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. പരോപകാർക്ക് ഈ ഭാവന ഒന്നും നെയ്യ്, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഭാവന അവരിലില്ല. शहर में रहने का मुख्य उद्देश्य अपनी जीवन सुविधाओं को सुदृढ़ बनाना है. പട്ടണങ്ങളിൽ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? തങ്ങളുടെ ജീവിത നിലവാരം, ജീവിത സൗകര്യങ്ങൾ സുദൃഢമാക്കാൻ വേണ്ടിയാണ്. ആത്മീയത കാ അഭാവ് ഉസ്മേ
नहीं है. തെറ്റാണ്. ആത്മീയത का भाव उसमें नहीं है. आत्मीयता का अभाव अല്ല, आत्मीयता का अभाव है, आत्मीयता का अभाव उसमें है. स्वार्थ लाभ के लिए काम करते हैं. അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. दूसरों के बारे में कोई विचार नहीं, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. मानव से दानव की ओर ले जाने वाली प्रवृत्ति उसमें पाई जाती. मानव से दानव, മനുഷ്യനിൽ നിന്നും രാക്ഷസനാകുന്ന പ്രവൃത്തിയാണ് അവരിലുള്ളത്. മാനവതാക്ക അഭാവ ഹെ, മനുഷ്യത്വത്തിൻ്റെ അഭാവം അവരിലുണ്ട്. അടുത്തത് लास्ट क्वेश्चन 30. छात्र जीवन पर सोशल मीडिया का प्रभाव, इस विषय पर एडिटोरियल तैयार करें. संपादकीय ഛാത്ര ജീവൻ पर സോഷ്യൽ മീഡിയ का പ്രഭാവം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇന്നത്തെ ലോകത്ത് കുട്ടികളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ലഹരിയും ചോദിക്കാം. ഇതുപോലെ നശീലെ പദാർത്ഥവും ഉപയോഗം അതും ചോദിക്കാം. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ റീൽസ്, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് ലോകം കുട്ടികൾ ജീവിക്കുന്നത്. രാത്രി ഉറക്കമില്ല, സ്കൂളിൽ കിടന്ന് രാവിലെ വന്ന് ഉറങ്ങുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ അതിനകത്ത് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എയിലൊക്കെ ആണല്ലോ ഇപ്പം, അല്ലേ? അതൊക്കെയാണ് ചുമ്മാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാണിക്കുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് ഇപ്പം എന്താ റിലേഷൻസും വേണ്ട, അല്ലെങ്കിൽ ഫങ്ഷൻസും വേണ്ട, ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ചോദ്യമാണിത്. നോക്കാം. आज की दुनिया सोशल मीडिया पर है. ഇന്നത്തെ ലോകം സോഷ്യൽ മീഡിയയിലാണ് മുഴുകുന്നത്. ഛാത്ര ഹമേശ സോഷ്യൽ മീഡിയ पर निर्भर है. ഇന്നത്തെ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത്. समाज में होने वाली गतिविधियों को वे सोशल मीडिया के माध्यम को समझ पाते हैं. സമൂഹത്തിലുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളിലും അവർ സോഷ്യൽ മീഡിയയുടെ മാധ്യമത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അസലി അനുഭവം को नहीं पहचान कर അഭിനയിക്ക് ദുനിയാമേ ഫസ്റ്റ് ആത്തെ. അസലി അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അഭിനയത്തിൻ്റെ ലോകത്തിലാണ് അവർ പെട്ടുപോകുന്നത്. സിർഫ് ദിഖാവാഹി ദിഖാവായി, വെറും ഷോയാണ് ഇന്നത്തെ ആൾക്കാർ. സമാജിക്ക് അസലി ജീവൻ സെ പരിചയം നഹി റഖ് പാത്തെ. സമൂഹത്തിലെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഛാത്ര ഹമേശ ഇസി इंस्टा, पासबुक, फेसबुक, ट्विटर, रील्स जैसे शब्दों का ആത്മഗത് करके उसमें सबसे पहले പോസ്റ്റ് करके गर्व का അനുഭവം पाते हैं. കുട്ടികൾ എന്ത് സംഭവം നടന്നാലും അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ റീൽസിൽ പോസ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും ആദ്യം എത്ര ലൈക്ക് കിട്ടുന്നു, എത്ര ഷെയർ കിട്ടുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നവർ അന്നത്തെ ആൾക്കാർ വാട്സാപ്പിൽ ജീവിക്കുന്നു. വാട്സാപ്പെ ഹമേശ ഡൂബ്കർ പടായി മേ ജ്യാദാ ധ്യാൻ നഹീ ദേത്തെ. വാട്സാപ്പിൽ എപ്പോഴും മുഴുകിക്കൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. വേഷഭൂഷ, ആചാർ വിചാർ, രീതി റിവാസ്, രഹൻ സഹൻ ആദി മേ നക്കൽ കർത്തെ. മറ്റുള്ളവരുടെ വേഷഭൂഷയാകട്ടെ, മറ്റുള്ളവരുടെ ആചാരവിചാരങ്ങളാകട്ടെ, അവരുടെ ജീവിത സാഹചര്യങ്ങളാകട്ടെ, എല്ലാത്തെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നക്കൽ കർത്തെ. और പൈസ ആവശ്യകത സെ ജ്യാദാ ഖർച്ച് കർത്തെ. ആവശ്യകതയിൽ കാട്ടിൽ കൂടുതൽ പൈസ ചിലവഴിക്കും. സേവിങ്സ് എന്നുള്ളൊരു മൈൻഡില്ല. ഇസ്കേ ലിയേ ഏക് റുക്കാവട്ട് സർക്കാർ കി ഓർ സെ ലാനാ ചാഹിയെ. ഇതിലൊരു തടസ്സം, ഇതിലൊരു നിയമം വ്യവസ്ഥ സർക്കാർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബച്ചോं को खेल की दुनिया, വ്യായാം की दुनिया में एक बार फिर लौटाने की कोशिश करें. അതുകൊണ്ട് പണ്ടത്തെ പോലെ കുട്ടികളെ കളിയുടെ ലോകത്ത് വ്യായാമത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ പ്രയത്നിക്കണം എന്ന് പറഞ്ഞാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ഇതൊരു പേപ്പറിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ പത്രത്തിലെയും 4ാമത്തെ പേജിൽ വരുന്ന എഡിറ്റേഴ്സ് ചോയ്സ്, അല്ലെങ്കിൽ എല്ലാ പത്രത്തിലും ഒരേ എഡിറ്റോറിയൽ ആയിരിക്കില്ല എന്നും വരുന്നത്. അപ്പോൾ ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ന്യൂസുകളിനെ ആസ്പദമാക്കി ആ പത്രത്തിൻ്റെ എഡിറ്റർ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ പത്രത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റാണ് എഡിറ്റോറിയലായിട്ട് വരുന്നത്. അപ്പോൾ പഠിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുന്നതിന് പാടായിരിക്കും, എങ്കിലും 2 എഴുതാൻ ശ്രമിക്കുക. 4 ഞാൻ കൊടുത്തിരിക്കുന്നു. അത് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ എടുക്കുക. ഇത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുക. അത് അടുത്ത വർഷത്തെ നിങ്ങളുടെ സെൻറ്ററിലെ +1 കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുക. നിറയെ കുട്ടികളെ ഹിന്ദിയിൽ പഠിക്കാൻ പ്രേരിപ്പിക്കുക. मीठी हिंदी पढ़ना सीखो, अच्छी हिंदी पढ़ना सीखो, हिंदी बोलना सीखो. भारत की आत्मा तो हिंदी में है. जय भारत, जय हिंद, जय हिंदी. धन्यवाद.